നമ്മൾ കുറച്ച് വൃത്തിയിലും അതുപോലെ വെടിപ്പിലൊക്കെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ, അത് ഭാര്യ ആവാം, ഭർത്താവാം, ഫ്രണ്ട്സ് ആവാം, പറയും നിനക്ക് OCD ആണ്, നിൻ്റെ OCD ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇത് യഥാർത്ഥത്തിൽ OCD ആയിക്കൊള്ളണമെന്നില്ല, അതുപോലെ തന്നെ OCPD ആയിക്കൊള്ളണമെന്നില്ല. OCD എന്ന് പറയുന്നത് ഒരു ആങ്സൈറ്റി ഡിസോർഡറാണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതുള്ള ആൾക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള, നിയന്ത്രിക്കാൻ കഴിയാത്ത ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഒന്ന് തൊടുകയോ പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലെന്തോ അണുബാധ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അണുക്കൾ കയറിയിട്ടുണ്ട് എന്നുള്ള തോന്നലുണ്ടാവാം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇയാൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതുണ്ടാവുന്ന സമയത്ത് അതിന് ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് റിപ്പീറ്റേറ്റീവായിട്ട് ആക്ഷൻസും എടുക്കും. അതായത് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുക, കൈ കഴുകിക്കൊണ്ടേയിരിക്കുക. ഇതാണ് ബേസിക്കലി OCD എന്ന് പറയുന്ന സംഭവം. അത് വൃത്തിയുടെ കാര്യത്തിൽ മാത്രമല്ല, പല രീതിയിലും OCD ഉണ്ടാവാറുണ്ട്. അതേസമയം OCPD എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, അതായത് ആങ്സൈറ്റി ഡിസോർഡർ അല്ല. OCPD ഉള്ള ആളുകളുടെ ഒരു പ്രധാന പ്രത്യേകത പെർഫെക്ഷനിസമാണ്. അവർക്ക് എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് നടക്കണം, ഭയങ്കര ഒരു കൺട്രോൾ അവരെല്ലാ കാര്യത്തിലും കാണിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ വേണമെന്നൊക്കെയുള്ള നിയമം അയാൾക്കുണ്ടാവും. ഇതുണ്ടാവുന്ന സമയത്ത് ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സംഭവിക്കും. അത് തീരെ അവർക്ക് ആക്സെപ്റ്റബിൾ ആവില്ല. അത് റിലേഷൻഷിപ്പിലും അയാളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ സ്ട്രഗിൾസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇത് രണ്ടിൻ്റെ ഒരു വ്യത്യാസം, OCD ഉള്ള ആളുകൾക്ക് അവരുടെ സ്വഭാവത്തിലുള്ള പ്രശ്നം അവർക്ക് തിരിച്ചറിയാൻ കഴിയും, അതിൻ്റെ പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ടാവും. അതേസമയം OCPD ഉള്ള ആളുകൾക്ക് ഈ തിരിച്ചറിവ് കുറച്ച് കുറവായിരിക്കും. അവർ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു നീഡ് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ഐഡിയ അവർക്ക് കുറവായിരിക്കും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ വൃത്തിയായി നടക്കുന്നത് അയാൾക്ക് OCD ഉള്ളത് കൊണ്ടല്ല, അതുപോലെ തന്നെ ഒരാളുടെ പെർഫെക്ഷനിസം OCPD ആയിട്ടും നമ്മൾ കരുതേണ്ടതില്ല. ഇത് രണ്ടും ഡിസോർഡേഴ്സാണ്. ഇത് ഓരോരുത്തരുടെയും ലൈഫിനെ വളരെ ഡീപ്പായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ള വിഷയം ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. ഇത് പരിഹരിക്കാൻ പറ്റുന്നതാണ്.